ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള റോസാപ്പൂക്കളാണ്. ഇതിനു വേണ്ടി സാറ്റിൻ റിബൺ ഗ്രീനും റെഡും എടുത്തിട്ടുണ്ട്. തിന്നായിട്ടുള്ള വയർ കമ്പി, ലൈറ്റർ, ഗ്രീൻ ടൈപ്പ്, പിന്നെ ഒരു ATM കാർഡ്. ATMന് പകരം നമുക്ക് സ്കെയിൽ ഉപയോഗിക്കാം. റിബൺ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ചുറ്റിയിട്ട് ഒരു 10-12 തവണ ചുറ്റിയെടുക്കണം. 10-12 പീസ് വേണം നമുക്ക് മറ്റേ പൂക്കളുടെ ഇതളിന്. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് 2 സൈഡും കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ അത് ഇപ്പോൾ നമുക്കിങ്ങനെ പീസായിട്ട് കിട്ടും. ഓരോ പീസും എടുത്ത് വെക്കണം. എന്നിട്ട് അതെടുത്തിട്ട് 2 വശവും ഇങ്ങനെ സെൻറ്ററിലോട്ട് മടക്കണം. മടക്കിയിട്ട് കോർണർ സെൻറ്ററിലോട്ട് മടക്കണം. കോർണറും കൂടി മടക്കി എടുത്തിട്ട് ലൈറ്റർ ഒന്ന് ഓണാക്കി കൊടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് അമർത്തി കൊടുത്താൽ മതി. അത് നിന്നോളും, ഉരുകി നിന്നോളും. അങ്ങനെ ഓരോ പെറ്റൽസും ചെയ്തെടുക്കണം. കുറേ പെറ്റൽസ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് റോസുകളാക്കി മാറ്റാം. ഇനി നമുക്ക് ഗ്രീൻ കളർ റിബൺ എടുത്തിട്ട് ഇതുപോലെ ATMൽ ചുറ്റിയെടുക്കണം. ചുറ്റിയെടുത്തിട്ട് നമുക്ക് എത്ര ഇലകളാണ് വേണ്ടത് അത്രയും ചുറ്റിയെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. 2 സൈഡും കട്ട് ചെയ്തെടുത്ത് ഓരോ പീസ് കിട്ടും. അത് സെൻറ്ററിലായി മടക്കി എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇലയുടെ രൂപത്തിൽ കിട്ടും. കണ്ട, അത് നമ്മൾ ചെറുതായിട്ടൊന്ന് ലൈറ്റർ വെച്ചിട്ട് ഇങ്ങനെ ഉരുക്കിയെടുക്കണം. അപ്പോൾ ഞാൻ കുറേ ഇലകൾ എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള. അത് കഴിഞ്ഞ് ഓരോ നമ്മുടെ റോസിന് വേണ്ടി ചെയ്ത് വെച്ച ഓരോ ഇതളുകളും എടുത്തിട്ട് ഇതുപോലെ ഗൺ ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഓരോ ഇതളും. പിന്നെ അതിൻ്റെ നല്ല വശമല്ല ഒട്ടിച്ചു കൊടുക്കേണ്ടത്, ചീത്ത വശം എടുത്ത് വെച്ചിട്ടാണ് ഓരോന്നും ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അതിനെ ഒട്ടിച്ചു കൊടുത്തിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ഇതുപോലെ കിട്ടും. ഇതെടുത്തിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ നല്ല വശമല്ല ചീത്ത വശത്ത് തന്നെ ആ ഗൺ ഗ്ലൂ വെച്ചിട്ട് നമ്മുടെ കമ്പി വെച്ച് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഫോൾഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റോസാപ്പൂ കിട്ടും. ഗൺ ഗ്ലൂ ആയതുകൊണ്ട് അതിൻ്റെ ഞാറുകളിങ്ങനെ നമ്മൾ ഒട്ടിച്ച് കഴിയുമ്പോൾ ഇതുപോലെ കിടക്കും. അത് നമ്മൾ എടുത്ത് കളഞ്ഞാൽ മതി. ഇനി നമ്മൾ ചെയ്ത് വെച്ച ഇലകൾ എടുത്ത് ഓരോന്നും ഇങ്ങനെ വെച്ച് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്രീൻ ടൈപ്പ് എടുത്തിട്ട് ഒരു കഷ്ണം എടുത്ത് അതിൻ്റെ മുകളിൽ ചുറ്റി കൊടുത്താൽ മതി. അത് അവിടെ നിന്നോളും. അല്ലെങ്കിൽ ഗൺ ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുത്താലും മതി. എന്നിട്ട് നമ്മുടെ റോസ് റെഡി ആയിട്ടുണ്ട്. കുറേ എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഗ്രീൻ ടൈപ്പ് എടുത്തിട്ട് ഫുള്ളായിട്ട് ചുറ്റി കൊടുക്കണം. ഈ ഗ്രീൻ ടൈപ്പിൽ ചെറുതായിട്ടൊരു പശയുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി, അത് അവിടെ നിന്നോളും. അടുത്തത് നമ്മൾ ഇതിന് വേണ്ടി ഒരു പോട്ട് എടുത്തിട്ടുണ്ട്. വൈറ്റും റെഡുമുള്ള ഈ പോട്ടിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിലും അറേഞ്ച് ചെയ്യാം. ഇത് ഓരോന്നും എടുത്ത് ഇങ്ങനെ, ഇത് ഫ്ലെക്സിബിളാണല്ലോ, നമ്മളെ ഇത് വയറ് കമ്പി ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചുറ്റി എടുത്തിട്ട് ഈ ഒരു ബൊക്ക മോഡലിൽ ചെയ്തെടുക്കാം. ബൊക്ക പോലെ ആക്കി ചെയ്തെടുക്കാം. നമുക്കിഷ്ടമുള്ള രീതിയിൽ അത് ചെയ്തെടുക്കാം. ഞാൻ ആ പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ വെച്ചാലാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്യണം. താങ്ക് യു വെരി മച്ച്.